നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇടതുമുന്നണിയുടെ നേതാക്കൾ അണിനിരക്കുന്ന ഒരു പദയാത്ര നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ നൽകും. മുഹമ്മദ് റഹീസ്, കണ്ണൂരിൽ ഇടതുമുന്നണി നേതാക്കളൊക്കെ അണിനിരക്കുന്ന ഒരു പദയാത്ര നഗരത്തിലൂടെ ഈ പരസ്യപ്രചാരണം അവസാനിപ്പിച്ച് ആ സമയത്ത് മുന്നോട്ട് നീങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്ഥാനാർത്ഥികൾ മുഴുവൻ, കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികൾ മുഴുവൻ അതിന്റെ ഭാഗമായിട്ടുണ്ടോ? വിജയകുമാർ, കോർപ്പറേഷനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ ഇല്ല. പക്ഷേ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം തന്നെ ഈ ടൗൺ കേന്ദ്രീകരിച്ചുള്ള സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷനിലെ 47, ഒപ്പം തന്നെ 48, 49 ഡിവിഷനുകളിലുള്ള സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെയാണ്. അവർക്കൊപ്പം ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മന്ത്രിമാരുമൊക്കെ അടങ്ങുന്ന ഒരു ടീം തന്നെ ഇവിടെ പ്രകടനത്തിന് എത്തിയിരിക്കുകയാണ്. പദയാത്രയ്ക്ക് നേതൃത്വം നൽകുകയാണ്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഉരുക്കുകോട്ടയിൽ, അവരുടെ ശക്തി ദുർഗത്തിൽ അവർക്ക് പിടിക്കാൻ കഴിയാതെ പോയ ഒരു സ്ഥലമാണ് കണ്ണൂർ കോർപ്പറേഷൻ. 6 കോർപ്പറേഷനുകളിൽ UDFന്റെ പക്കലുള്ള ഏക കോർപ്പറേഷൻ, CPMന് LDFന് നഷ്ടപ്പെട്ട ഏക കോർപ്പറേഷൻ. അത് തിരിച്ചു പിടിക്കാനായി അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 3 ആഴ്ചയായി ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന്റെ അവസാനമായിട്ടാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് ഒരു പദയാത്ര നടത്തുന്നത്. ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കോർപ്പറേഷനാണ്, തിരിച്ചു പിടിക്കുമോ? എത്രമാത്രം പ്രതീക്ഷയുണ്ട്? കോർപ്പറേഷൻ തിരിച്ചു പിടിക്കേണ്ട പ്രശ്നമില്ല. കാരണം കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ കോർപ്പറേഷൻ ഞങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ ഞങ്ങൾക്ക് ജനങ്ങൾ തന്നിരിക്കുന്നു, തരാൻ പോവാണ്. അവിടെ തിരിച്ചു പിടിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുരടിപ്പ്, അഴിമതി, ഇതിൽ പൊറുതി മുട്ടിയ കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങൾ ഇതാ കോർപ്പറേഷൻ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കോർപ്പറേഷൻ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര സീറ്റ് കിട്ടുമെന്നാണ് അവസാന സമയം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാ സീറ്റുകളും ഞങ്ങളുടെ പ്രതീക്ഷയിലാണുള്ളത്. അതുകൊണ്ട് ഇത്ര സീറ്റ് ഞാൻ പറയുന്നില്ല. എന്തിനാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, വോട്ടെണ്ണുന്നതോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. 56 ഡിവിഷനുകൾ നിലവിൽ കയ്യിലുള്ളത് 19 ഡിവിഷനുകളാണ്. അത് 10 സീറ്റെങ്കിലും അധികം പിടിക്കണം കണ്ണൂരിൽ കോർപ്പറേഷൻ. ശരി റഹീസ്, ഏതായാലും കണ്ണൂരിൽ വലിയ ആവേശത്തിൽ ഇടത് നേതാക്കളൊക്കെ അണിനിരക്കുന്ന പദയാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.